വാർത്തകൾ തുടരുന്നു. മനക്കൊടി വിളക്കുമാടം കോൾപ്പടവിൽ 15,000-ഓളം താറാവുകൾ ചത്തൊടുങ്ങി. കോടന്നൂർ ശാസ്താംകടവ് സ്വദേശി എലുവത്തിങ്കൽ ടോണി, സുഹൃത്ത് ബഷീർ എന്നിവർ കുട്ടനാട് നെടുമുടി പാലത്തിന് സമീപമുള്ള താറാവ് മൊത്ത കച്ചവടക്കാരിൽ നിന്ന് കൊണ്ടുവന്ന 18,000 താറാവിൽ 15,000-ഓളം താറാവാണ് ചത്തത്. 70 ദിവസം പ്രായമായ താറാവിനെ 162 രൂപ നിരക്കിലാണ് ഇവർ വാങ്ങിയത്. ഭയങ്കര ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ ഉണ്ട്, ചൂടുകൊണ്ടായിരിക്കാം. പിന്നെ കുറെ താറാവുകൾ ചത്തുണ്ട്. അതായത് ഇവർ ഇറക്കിയത് കറക്റ്റ് നമുക്ക് എണ്ണ അറിയില്ല. ഇറക്കിയൊരു 9,000 അതിലൊരു ബാക്കി ഒരു പിന്നെ ഉള്ളതിനും രോഗം ബാധിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. വീക്കാണ്. ഇപ്പൊ നമ്മള് ജീവനുള്ളതാണെങ്കിലും വീക്കാണ്. അപ്പൊ അവരെ നമ്മൾ പ്രാഥമികമായിട്ട് പരിശോധിക്കുകയിൽ നമുക്ക് കാണുന്നത് കണ്ണിലും വായനൊക്കെ ചെറിയ ഡിസ്ചാർജ് വരുന്നുണ്ട്. ഇനി നമ്മളതിനെ ചത്തേനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പിന്നെ ജീവനുള്ളതിനെ നമ്മൾ സാമ്പിൾ എടുക്കും. നമ്മൾ ADCP എന്ന് പറഞ്ഞ ഡിസീസ് കൺട്രോൾ വിങ് ഉണ്ട്, അവരെ അറിയിക്കും. അവർ വന്നിട്ട് അവരാണ് അതിന്റെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അവർ വന്നതിന്റെ ഫുൾ പരിശോധന നടത്തും. ചൂട് കൂടിയപ്പോ 15 കൊല്ലം ഇതിലൊന്നും കിട്ടുന്നതല്ല. 9,000-ൊന്നും കിട്ടില്ല. അതേമാതിരി അപ്പുറത്തുണ്ട്, അത് ചത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മാറ്റി കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു, അല്ല മരുന്ന് കൊടുത്ത് അതും ചത്തുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ കൊണ്ടുപോയി നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ നിന്ന് ഓരോ ഡോക്ടറെ കൊടുക്കും. റാണിപ്പേട്ട മരുന്ന് കൊണ്ടെന്ന് വരുമ്പോൾ ഇതിപ്പോ ഉപേക്ഷിച്ചമാതിരി ഇങ്ങനെ കിടന്നിട്ട് ആൾക്കാരെ നിർത്തി വാരി കയറ്റുന്നു. പെട്രോൾ വെച്ച് കത്തിച്ചാൽ ഡീസൽ വെച്ച് കത്തിച്ചാൽ നോക്കുക. ഇത് 10-400 താറാവുണ്ട് കത്തിച്ച് വൈക്കോല് വാരിയിട്ട് കത്തിച്ച് കുറെ ഇങ്ങനെ കുന്നുകളായിട്ട് ഈ വരുമ്പോൾ നോക്കി ഇതൊക്കെ വാരി കറ്റാളത്. താറാവ് കച്ചവടക്കാരായിരുന്ന ഇവർ 1,25,000 രൂപയ്ക്കാണ് വിളക്കുമാടം പടവ് ലേലത്തിനെടുത്തത്. താറാവിനെ കൊണ്ടുവന്ന് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അസുഖം കണ്ടെത്തിയത്. താറാവിനെ കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടനാട് വെച്ച് വാക്സിൻ എടുത്തിരുന്നു. അസുഖം തുടങ്ങിയപ്പോൾ മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മരുന്ന് വാങ്ങി താറാവിന് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ മുട്ടയിട്ട് തുടങ്ങിയ താറാവാണ് ചത്തു തുടങ്ങിയത്. താറാവിനെ കൊണ്ടുവന്ന് 20 ദിവസമായതോടെ 90% താറാവുകളും ചത്തൊടുങ്ങിയിരിക്കുകയാണ്. വായിൽ നിന്ന് കൊഴുകൊഴുത്ത ദ്രാവകം പുറത്തേക്ക് വന്ന് കുഴഞ്ഞു വീഴുന്നതാണ് രോഗലക്ഷണമെന്നും മണിക്കൂറുകൾക്കുള്ളിൽ ചത്തുവീഴുകയുമാണ് ചെയ്യുന്നത്. ഇടമഴ ലഭിക്കാത്തതാണ് താറാവുകൾ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്നും മരുന്ന് അധികമായി കുത്തിവെച്ചതും മരണത്തിന്റെ വേഗത കൂട്ടാൻ കാരണമായതായും കണക്കാക്കുന്നുണ്ട്. ചിമ്മിണി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് നിർത്തിയതോടെ ചാലിൽ വെള്ളം കുറഞ്ഞിരുന്നു. വേനലിന്റെ ചൂടിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന് കനത്ത ചൂടും അനുഭവപ്പെട്ടിരുന്നു. താറാവുകൾക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റാത്തതും വൈറസ് പനിയും താറാവുകൾ ചത്തൊടുങ്ങാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ പറവട്ടാനി SDCPയിലെ വിദഗ്ധ ഡോക്ടർമാർ വന്ന് നടത്തിയ പരിശോധനയിൽ വെറ്റിനറി കോർഡിനേറ്റർ തങ്കച്ചൻ അഭിപ്രായപ്പെട്ടത് താറാവ് വസന്ത എന്ന രോഗമാണ് മരണ കാരണമെന്നാണ്. ഈ അസുഖം പിടിപെട്ടാൽ പെട്ടെന്ന് വ്യാപിക്കുമെന്നും മണിക്കൂറുകൾക്കുള്ളിൽ താറാവുകൾ ചത്തൊടുങ്ങുമെന്നും പറയുന്നു. ചത്ത താറാവുകളെ പാടത്തുനിന്ന് കയറ്റി കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് മനുഷ്യന് യാതൊരു വിധത്തിലുള്ള അപകടവും ഉണ്ടാകില്ലെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അസുഖബാധിതയായ താറാവിന്റെ ഇറച്ചിയോ മുട്ടയോ ഉപയോഗിച്ചാലും കുഴപ്പമില്ലെന്നും ഡോക്ടർമാർ വിലയിരുത്തുന്നു. കുത്തിവെച്ച റാണിപ്പേട്ടയിൽ മരുന്ന് കൊണ്ടത് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ അത് കുറയുന്നു ചോദിച്ചപ്പോൾ കുത്തിവെച്ചപ്പോൾ കണ്ടമാനം വീണു. കുത്തിവെച്ചതിന്റെ പിറ്റേ ദിവസം 400 വെച്ച് ചത്തു. പകല് 400, ഉച്ചരിഞ്ഞൊരു 10-700 ഉച്ചരിഞ്ഞും ചത്തു. ഇപ്പൊ ഒരുവിധം കത്തിച്ച് കളയിട്ട് കൊണ്ടുപോയി അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് വൈക്കോല് വാരിട്ട് ഡീസൽ മേടിച്ച് വെച്ച് കത്തിച്ച് കളയും. ആൾക്കാർക്ക് ശല്യം. ഇതിപ്പോ ഇന്നലെ ചത്ത താറാവുള്ളോ? മിഞ്ഞാന്ന് ചത്ത 3 ദിവസം 4 ദിവസം മുന്നേ ചത്ത താറാവ് ഇവിടെ ഇല്ല. ഇന്നലെ ചത്ത താറാവുള്ളോ? ഇന്നലെ ചത്ത താറാവ് അവിടെ വാരി കൂട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ആള് വരും, അവിടെ നിന്ന് വന്നാൽ വെളിച്ചെണ്ണ തേച്ച് അവരും എന്തെങ്കിലും കഴിച്ചു വന്നാൽ ഇത് വാരി കൂട്ടിയിട്ട് കത്തിക്കും. ഇതിപ്പോ ചത്തത് എങ്ങനെയാണ്? ചത്തത് മഴയില്ലാത്ത കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നം വരില്ല. വേനൽ മഴയില്ലല്ലോ. ഒരു പൊളിച്ചു നോക്കിയിട്ട് നെയ്യാണ് ഇത് കംപ്ലീറ്റ്. ഇപ്പൊ ചൂടിന്റെ ടൈമല്ലേ ഇത്. ചൂട് അടിയിലെ വെള്ളവും ചൂട് മുകളിലും ചൂട്. മുട്ടയിടുന്ന കടിഞ്ഞിലും മുട്ടയുടെ സമയമാണ് ഇപ്പൊ. സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പൊ അതിന്റെ ഈ ചൂട് താങ്ങണില്ല. മഴ പെയ്തില്ലല്ലോ. ഇടമഴ പെയ്താൽ ഇത്ര വിഷയം വരാറില്ല. ഒരു കൊല്ലവും ഇങ്ങനെ പ്രശ്നം വരാറില്ല. കേരളത്തിന്റെ